ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 5-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ ഇന്നത്തെ ചിന്തകൾക്ക് ആധാരമായി ഞാൻ വചനത്തിൽ നിന്ന് വായിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിൻ്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവരെല്ലാവരും ഏക മനസ്സോടെ ശലോമോൻ്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. 14-ാം വാക്യം മുതൽ മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ദൈവസഭയോട് ചേർന്ന് വന്നു. രോഗികളെ പുറത്തു കൊണ്ടുവന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെ മേലും വീഴേണ്ടതിന് വീതികളിലും വിരിപ്പിന്മേലും കിടത്തും. അതുകൂടാതെ യെരുശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവർ എല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, വായിച്ച് കേൾക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ദൈവഹിതത്തിൽ ആത്മീയ വർദ്ധനവിനും ഞങ്ങളുടെ ആത്മീയമായ ആഴമേറിയ തിരുത്തലുകൾക്കും കാരണമാകുവാൻ വ്യാഖ്യാനിപ്പാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കും. കേൾവിക്കാരിൽ ഈ വചനം ക്രിയ ചെയ്യുകയും അനേകരെ സൗഖ്യമാക്കുകയും 1-ാം നൂറ്റാണ്ടിൽ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ഈ നൂറ്റാണ്ടിൽ നടക്കേണ്ടതിനാൽ ദൈവനാമ മഹത്വത്തിനായി അങ്ങയുടെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്കായി ഈ വചനത്തെ ദൈവം അനേകർക്ക് പ്രയോജനപ്പെടുത്തുകയും ചെയ്യണമേ. എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. 1-ാം നൂറ്റാണ്ടിൽ ആദിമ സഭയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ദൈവസഭയിൽ നടന്ന ദൈവപ്രവൃത്തിയെ സംബന്ധിച്ച ഒരു നേർചിത്രമാണ് നാം വായിച്ചത്. അസാധാരണ ദൈവപ്രവൃത്തിയുടെ അധ്യായമായിട്ട് 5-ാം അധ്യായത്തെ നാം മനസ്സിലാക്കുന്നത് പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്ന അധ്യായം. ഈ അധ്യായത്തിൽ നാം വായിച്ച വേദഭാഗത്ത് മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിക്കുകയും പൗലോസിൻ്റെ നിഴൽ തട്ടി ചർച്ചിൻ്റെ അകത്തല്ല ആലയത്തിന് വെളിയിൽ പരസ്യ സ്ഥലത്ത് രോഗികൾ സൗഖ്യം പ്രാപിക്കുകയും ചെയ്ത അസാധാരണമായ ചരിത്രമാണ് ഈ വാക്യങ്ങളിലൂടെ നാം കണ്ടതും വായിച്ചത്. മാത്രമല്ല, അന്ന് സഭ ഉണ്ടായിരുന്ന യെരുശലേമിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും പുരുഷാരം കൂടി വരികയും രോഗികളെ അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും ജനം കൊണ്ടുവരികയും എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ സൗഖ്യം സംഭവിക്കുകയും ചെയ്തു. പ്രധാനപ്പെട്ട കാരണം, ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ കാരണം എഴുതിയിട്ടുണ്ട്. അവർ എല്ലാവരും ഏക മനസ്സോടെ ശലോമോൻ്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ കൂട്ടായ്മയിലായാലും വീടുകളിലായാലും വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളിലായാലും സമൂഹത്തിലായാലും അത് ഇതര രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഭരിക്കുന്ന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും വളരെ വിരളമായിട്ടുള്ളൊരു കാര്യമാണ് ഐക്യതയും സ്നേഹവും പരസ്പര വിശ്വാസവും. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് ഫിലിപ്പിനെ ഇങ്ങനെ പ്രബോധിപ്പിക്കുക: ക്രിസ്തുവിൽ നിങ്ങൾക്ക് വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുകയും. പൗലോസ് ഫിലിപ്പിനോട് പറയുകയാണ്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെക്കുറിച്ച് എനിക്ക് സന്തോഷമുണ്ട്, പക്ഷേ എൻ്റെ സന്തോഷം അത് പൂർണ്ണതയിലേക്ക് വരണമെങ്കിൽ, പൗലോസിനെ സംബന്ധിച്ച് മാത്രമല്ല ലീഡർഷിപ്പിനെ സംബന്ധിച്ച്, നമുക്ക് കൃപകളും കൃപാവരങ്ങളും താലന്തുകളും തന്ന ദൈവത്തെ സംബന്ധിച്ച്, സഭയുടെ ഉടമസ്ഥനായ സഭയുടെ കാന്തനായ യേശു കർത്താവിനെ സംബന്ധിച്ചും നാം ചെയ്യുന്ന ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് അതിൽ ദൈവത്തിൻ്റെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ, ലീഡർഷിപ്പിൻ്റെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ, നാം പ്രബോധിപ്പിച്ചാലും നമുക്ക് കൂട്ടായ്മകൾ ലഭിച്ചാലും നാം ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനം ആർദ്രത മനസ്സിലെന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഏക മനസ്സുള്ളവരാകണം, ഏക സ്നേഹമുള്ളവരാകണം, ഐക്യമത്യമുള്ളവരാകണം, നിങ്ങൾ ഏകഭാവമുള്ളവരായിട്ട് നിങ്ങളെ ദൈവം ഏൽപ്പിച്ചത് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം.
ആ സമയം ദൈവപ്രവൃത്തിയുടെ പാരമ്യതയിലേക്കും ദൈവിക സന്തോഷത്തിലേക്കും മാത്രമല്ല, അതിൻ്റെ ഏറ്റവും നല്ല പ്രതിഫലനങ്ങൾ സമൂഹം അനുഭവിക്കുമാർ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം തന്നെ വചനത്തെ ഉറപ്പിക്കുവാൻ കാരണമായി തീരും. അപ്പോസ്തലപ്രവൃത്തി 5:12 നാം ഇങ്ങനെ വായിച്ചത്, അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിനിടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കുകയുണ്ടായി. മാളിക മുറിയിലെ ആത്മപകർച്ചയുമായി ബന്ധപ്പെട്ടതിന് കാരണമായത് അവരുടെ ഐക്യത ആയിരുന്നു എന്ന് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. വചനം പറയുന്നു, അവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. അപ്പോസ്തലപ്രവൃത്തി 5:12 വചനം പറയുന്നു, അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിനിടയിൽ പല അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. ദൈവമക്കളെ, സഹോദരങ്ങളെ, അന്നും ഇന്നും എന്നും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ദൈവം വചനത്തെ ഉറപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിനെ ധാരാളമായി നമ്മുടെ ഇടയിൽ പകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവിക്കേണ്ടത്? ഐക്യതയോടെ ഒറ്റ ഹൃദയത്തിൽ ചേർന്ന് ആത്മാർത്ഥമായി ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന, കൂടി വരുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നാം ദൈവസന്നിധി തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അന്നും ഇന്നും എന്നും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വചനത്തെ ഉറപ്പിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 12-ാം വാക്യം, യേശു കർത്താവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് വെളിമ്പ്രദേശത്ത് ആടുകളെ സൂക്ഷിച്ചുകൊണ്ട് കിടന്നിരുന്ന അജപാലകരുമായി ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പറഞ്ഞു, യേശു കർത്താവിൻ്റെ ജനനത്തിൽ നിങ്ങൾക്കുള്ള അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ മിദ്യാന്യർ നിമിത്തമുള്ള വലിയ പ്രതികൂലങ്ങളിൽ ഇസ്രായേൽ നിരന്തരം പീഡിപ്പിക്കപ്പെടുകയുണ്ടായി. ഇസ്രായേൽ മക്കൾ വളരെയധികം കഷ്ടം സഹിച്ച ഒരു വല്ലാത്ത സീസൺ. അത് മിദ്യാൻ നിമിത്തം മാത്രമല്ല, അന്ന് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ചില ജാതീയ ശക്തികൾ നിമിത്തവും ഇസ്രായേലിനെ കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് നിരന്തരമായി അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയും അവരുടെ പാർപ്പ് പർവ്വതങ്ങളിലെ ഗുഹകളിലും ഗുഗ്വരങ്ങളിലും ദുർഗങ്ങളിലേക്ക് മാറ്റപ്പെടുന്ന ഒരു സീസൺ സംഭവിക്കുകയുണ്ടായി. മിദ്യാന്യരും അമേലേക്കും അതുപോലെ കിഴക്ക് ദേശക്കാരും ഇസ്രായേലിനെതിരെ വലിയധികം പ്രതികൂലങ്ങൾ ഉണ്ടാക്കിയൊരു വല്ലാത്ത സീസൺ. വചനം പറയുന്നു, ഈ ജാതീയ ശക്തികളുടെ വല്ലാത്ത പ്രതിസന്ധികൾ നിമിത്തം, അവരുടെ വല്ലാത്ത ഇവർക്കെതിരെയുള്ള പദ്ധതികൾ നിമിത്തം ഗസാവരെ നിരന്തരം നാട്ടിലെ വിള നശിപ്പിക്കപ്പെടുകയുണ്ടായി. ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കാൻ കഴിയാതിരുന്ന ഇസ്രായേലിൽ വല്ലാത്ത കഷ്ടതയുടെ കാലം, ദാരിദ്ര്യകാലം, ദേശത്ത് നിരന്തരം നാശത്തിൻ്റെ കാലം, ഏറ്റവും അധികം ഇസ്രായേൽ മക്കൾ ക്ഷയിച്ചിരുന്നൊരു കാലം. ഈ സ്ക്രീനിന് മുമ്പിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ നിരന്തരമായി ശാരീരിക മാനസിക സാമ്പത്തിക മണ്ഡലങ്ങളിൽ നമുക്കുള്ള നന്മകളെ കൊള്ളയടിക്കുന്ന, മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ശത്രുവിൻ്റെ വല്ലാത്ത പോരാട്ടങ്ങളുടെ നടുവിൽ ഈ സന്ദേശം ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഇതിന് നടുവിൽ അടയാളങ്ങളാൽ അത്ഭുതങ്ങളാൽ നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടൽ ഈ സീസണിൽ ദൈവത്തിന് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ വല്ലാത്ത കാലയളവിൽ ഇസ്രായേൽ മക്കളുടെ നിലവിളി നിമിത്തം ദൈവം അവർക്ക് വേണ്ടി യോവാസിൻ്റെ മകനായ ഗിദെയോൻ എന്ന് പറയുന്ന ഒരു വിശ്വസ്തനെ എഴുന്നേൽപ്പിക്കുകയുണ്ടായി. യഹോവയുടെ ദൂതൻ ഗിദെയോന് പ്രത്യക്ഷപ്പെടുമ്പോൾ ഗിദെയോൻ തനിക്ക് ലഭിച്ച ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരി ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം പറയുന്നു. ഇതിനൊരു നിർവചനമുണ്ട്, ഇതിനൊരു വ്യാഖ്യാനമുണ്ട്. ആ കാലയളവിൽ മിദ്യാന്യർ നിമിത്തം, കിഴക്കേ ദേശക്കാർ നിമിത്തം, ആ കാലയളവിൽ ഇസ്രായേലിനെതിരെയുള്ള ജാതീയ ശക്തികൾ നിമിത്തം ഇസ്രായേൽ മക്കളുടെ മുഴുവനായി വിളകൾ നശിപ്പിക്കപ്പെടുകയും അവർക്കൊന്നും ശേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന ദാരിദ്ര്യ കാലഘട്ടത്തിൽ ഗിദെയോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തനിക്ക് ലഭിച്ച ഗോതമ്പ്, സത്യത്തിൽ അത് മെതിക്കേണ്ടത് ഗോതമ്പ് കളപ്പുരയുടെ അരികിൽ, എന്നാൽ ഇവൻ വ്യത്യസ്തമായി മുന്തിരി ചക്കിനരികെ വെച്ച് ഇത് മെതിക്കുക. അവനുണ്ടായത് ഒരു കൊച്ചു ബുദ്ധിയിൽ അവൻ ഇത്ര ചിന്തിച്ചുള്ളൂ, ഈ ഗോതമ്പിൻ്റെ ഒരു സീസൺ, ഈ സീസണിൽ
മിദ്യാൻ വന്ന് തട്ടിക്കൊണ്ടു പോകാൻ കാരണമായിട്ടുള്ളൊരു ഏരിയ അത് ഗോതമ്പ് കളപ്പുരയുമായി ബന്ധപ്പെട്ട അവിടെയാണ്. എന്നാൽ ഇവൻ മുന്തിരിച്ചേക്കിനരികെ ഇവനുള്ളത് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഇവൻ ഗോതമ്പ് മുന്തിരിച്ചക്കിനരികെ വന്ന് മെതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അരികിൽ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഇത്രയാകെ ഗിദെയോൻ ചെയ്തുള്ളൂ. ദേശത്ത് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ, പ്രതികൂലങ്ങളിൽ ദൈവത്തിൻ്റെ പ്രസാദം ജനത്തിന് ലഭിക്കാതെ അവർക്കുള്ള വിളവുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കുള്ളതിനെ ഞാൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കും. ഇതിനുവേണ്ടി അവൻ ഉപയോഗിച്ചൊരു കൊച്ചു ബുദ്ധിയാണത്. ഇന്ന് ഈ സ്ക്രീനിന് മുമ്പിൽ നിങ്ങളുടെ വീട്ടിലോ നാട്ടിലോ സമൂഹത്തിലോ സഭയിലോ ആത്മീയമായുള്ള നന്മകളും ആത്മീയ അധികാരങ്ങളും നഷ്ടപ്പെടുകയും അത് വേണ്ടതുപോലെ ഉപയോഗിക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളാലും വചനത്തെ ഉറപ്പിക്കപ്പെടാതിരിക്കുകയും ദൈവരാജ്യവും ദൈവത്തിൻ്റെ നാമമഹത്വം വേണ്ടതുപോലെ സമൂഹത്തിൽ അതിൻ്റെ പ്രസക്തിയെ വെളിയിലേക്ക് കൊണ്ടുവരുവാൻ ചെയ്യാൻ കഴിയാത്തൊരു വല്ലാത്ത സമയത്താണെങ്കിൽ നമുക്കുള്ളതിനെ സൂക്ഷിപ്പാൻ തയ്യാറാകുമെങ്കിൽ ഗിദെയോൻ്റെ അരികിൽ വന്ന ദൈവം ഗിദെയോൻ്റെ അരികിൽ വന്ന് ഗിദെയോനോട് പറഞ്ഞു, പരാക്രമശാലി, ദൈവം നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ് അവനെ അഭിസംബോധന ചെയ്യുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഞാൻ ആ ഭാഗം ഇങ്ങനെ വായിക്കുന്നു. 6-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാന്യരുടെ കയ്യിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ചോദ്യങ്ങൾ നമ്മുടെ വകയാണ്. ഈ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള നഷ്ടങ്ങൾ? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലൊരു ഉന്നതി ലഭിക്കാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലൊരു സമൃദ്ധി ഉണ്ടാവാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ നന്മകൾ ചർച്ച ചെയ്യപ്പെടുന്നത്? എന്തുകൊണ്ടാണ് എനിക്കൊന്നും മിച്ചം പിടിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടത്? എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നിരന്തരമായി ഞാൻ പീഡകളിലൂടെ കടന്നു പോകുന്നത്? അസ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഈ ചോദ്യങ്ങൾ ഗിദെയോനെ പോലെ നമുക്കുമുണ്ടെങ്കിൽ, ആമേൻ, 14-ാം വാക്യം ഇങ്ങനെ തുടരുന്നു. അപ്പോൾ ഈ ചോദ്യത്തിന് മുമ്പിൽ യഹോവ അവനെ നോക്കി അവനോട് പറഞ്ഞു, ഈ ബലത്തോടെ നീ പോക, നീ ഇസ്രായേലിനെ മിദ്യാനുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലോ നിന്നെ അയക്കുന്നത്. ഇനിയുമാണ് വളരെ പ്രസക്തമായ കാര്യം. ഒരു വിടുതലിൻ്റെ ശുശ്രൂഷയ്ക്കായി, ഒരു അത്ഭുതത്തിനായി, ഒരു സമൂഹത്തെ മുഴുവൻ രക്ഷിച്ചെടുക്കുവാൻ ഒരു ദൈവവിളി, ദൈവത്തിൻ്റെ ഒരു എൻകൗണ്ടർ, ഒരു വല്ലാത്ത ഇടപെടൽ, അത്ഭുതകരമായി ചരിത്രപരമായ ഇടപെടൽ ഗിദെയോന് സംഭവിച്ചപ്പോൾ ഗിദെയോൻ അവനെ തന്നെ താഴ്ത്തിയിട്ട് ദൈവത്തോട് പറഞ്ഞു, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശയിൽ എൻ്റെ കുലമെളിയതും എൻ്റെ കുടുംബത്തിൽ ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. ദൈവം അവനോട് പറഞ്ഞു, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, മിദ്യാന്യരെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും എന്ന് കൽപ്പിച്ചു. 17-ാം വാക്യം ഈ സന്ദേശവുമായി വളരെ പ്രസക്തമായ പ്രധാനപ്പെട്ട വാക്യം. അതിന് അവൻ, നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്നത് നീ തന്നെ എന്നതിന് ഒരടയാളം കാണിച്ചു തരണമേ എന്ന് ഗിദെയോൻ പറഞ്ഞു. എന്താ നാം അപ്പോസ്തല പ്രവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വചനങ്ങളിൽ വായിച്ചത്? പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം, ശക്തമായ ഇടപെടൽ 1-ാം നൂറ്റാണ്ടിൽ അഗ്നിപകർച്ചയോടുകൂടി ആദ്യ നൂറ്റാണ്ടിലെ സഭയിലുണ്ടായപ്പോൾ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനം ഉറപ്പിക്കപ്പെടുകയുണ്ടായി. ദൈവത്തിൻ്റെ നാമം മഹത്വമെടുത്തു. അനേകരിലേക്ക് കർത്താവിൻ്റെ വിടുതൽ സംഭവിച്ചു. രോഗികൾ സൗഖ്യം പ്രാപിച്ചു. നിഴലിൽ കൂടി ദൈവശക്തി വെളിപ്പെട്ടു. ഭൂതങ്ങൾ വിട്ടുപോയി. മാരക രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറി. അത് സംഭവിപ്പാൻ അവർ ഐക്യതയുടെ പ്രാർത്ഥന കാരണമായിരുന്നു. അപ്പോൾ തന്നെ അതിൻ്റെ ആഫ്റ്റർ ഓൾ റിസൾട്ട്, ആത്യന്തികമായൊരു ഫലം വെളിപ്പെട്ടു വന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം തൻ്റെ വചനത്തെ ഉറപ്പിക്കുകയുണ്ടായി. ചില വചനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആദിമ നൂറ്റാണ്ടിലെ ദൈവപ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ചില വചനങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വേഗത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ആക്സ് 5:12 നാം വായിച്ചു, അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിൻ്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളും വചനത്തെ ഉറപ്പിച്ച അതേ ആത്മശക്തി ഇന്ന് ഈ കാലഘട്ടത്തിൽ വ്യാപരിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 12-ാം വാക്യം വചനം ഇങ്ങനെ പറയുന്നു, അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ
പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം 3-ാം വാക്യം വചനം പറയുന്നു, എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു, കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അവൻ തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്ന് അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകാൻ വരം നൽകി. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായം 10-11 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അത് 2 സംവത്സരത്തോളം നടക്കിയാൽ ആസിയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിൻ്റെ വചനം കേൾപ്പാനിടയായി ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കയാൽ അവൻ്റെ മേന്മയിൽ നിന്ന് റൂമാൽ ഉത്തരിയോ രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവർ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെട്ടു പോവുകയും ചെയ്തു. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം വാക്യം വചനം പറയുന്നു, അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം തന്നെ 4-ാം അധ്യായം 30-ാം വാക്യം, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ എന്ന് ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിൽ അപ്പോസ്തലന്മാർ ചേർന്ന് ഐക്യതയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്നു കുടിച്ചാൽ അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ 2-ാം അധ്യായം 42-43 വാക്യങ്ങൾ വചനം പറയുന്നു, അവർ അപ്പോസ്തലന്മാർ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നു. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. ഞാൻ ഈ വചനം ഇവിടെ പ്രാർത്ഥനയോടുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ ഈ സന്ദേശം ഈ അന്ത്യകാലത്തിൽ അന്ത്യകാല ഉണർവിനായി ഐക്യതയോടെ പ്രാർത്ഥിക്കുന്ന, ഏകമനസ്സോടെ പ്രാർത്ഥിക്കുന്ന, ഏകഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ നടുവിൽ ദൈവം വലിയ ഉണർവിനെ അയക്കുകയും അത്ഭുതങ്ങളാലും അടയാളങ്ങളും വചനത്തെ ഉറപ്പിക്കുവാനും ആഗ്രഹിക്കും. നിങ്ങൾ ദൈവത്താൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ഉണർവിൽ ദൈവം തിരഞ്ഞെടുക്കുന്ന ഈ സൈന്യത്തിൻ്റെ ഒരു പടയാളിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടൊരു വ്യക്തി എന്ന തെളിവിനായി ഇന്ന് ഈ വചനം കേൾക്കുന്ന മാത്രം നിങ്ങളുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവപ്രവർത്തിക്കായി ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ഒരുമിച്ചുള്ള കൂട്ടായ്മകൾ, നാം ആയിരിക്കുന്ന മേഖലകളിൽ, പട്ടണങ്ങളിൽ, ഗ്രാമങ്ങളിൽ, രാജ്യങ്ങളിൽ, ദേശത്തെ എവിടെയായാലും യേശു തന്നെ ദൈവമെന്ന് വെളിപ്പെടുത്തേണ്ടതിന് ദൈവം പരിശുദ്ധാത്മാവിന് നമ്മുടെ മേൽ ധാരാളമായി പകർന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിശ്വസിക്കുന്ന കൂട്ടത്തിൻ്റെ നടുവിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. കർത്താവിൻ്റെ വരവിനായി അനേകർ ഒരുക്കുവാൻ ഇത് കാരണമായി തീരട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ വചനവുമായി ബന്ധപ്പെട്ട് ഈ കേൾവിക്കാരും പരിശുദ്ധാത്മ പകർച്ച സംഭവിക്കട്ടെ. ആദ്യമാം നൂറ്റാണ്ടിൽ അഗ്നിപകർച്ചയാൽ കൊടിയ കാറ്റുപോലെ പരിശുദ്ധമ വീശിയടിച്ച ഉണർവിൽ അനേകരെ യേശു കർത്താവിലേക്ക് ആകർഷിച്ച അനേകരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയ ആ വലിയ ഉണർവ് പോലെ അന്ത്യകാലത്തിലും ആ ഉണർവ് വീണ്ടും ഞങ്ങളുടെ ദേശത്ത് ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏകഹൃദയത്തോടും ഐക്യതയോടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും ചേർന്ന് നിൽക്കുന്ന കൂട്ടത്തിൻ്റെ നടുവിൽ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും അങ്ങ് വചനത്തെ ഉറപ്പിക്കണമേ. നിന്റെ നാമമഹത്വം എടുക്കട്ടെ. അങ്ങയുടെ രാജ്യം വിസ്തൃതമാകട്ടെ. അന്ത്യകാല ഉണർവിനായി ഞങ്ങളെ ഒരുക്കണമേ. സ്ക്രീനിന് മുമ്പിൽ രോഗികൾ സൗഖ്യമാവുകയും അടയാളങ്ങളും അത്ഭുതത്തോടു കൂടി വലിയൊരു കൂട്ടത്തെ നിയമിക്കുകയും ചെയ്യണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.